പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മെയ് മാസത്തിൽ വിശ്വാസികൾക്കിടയിൽ ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ് മരിയൻ പുഷ്പങ്ങളുടെ ചരിത്രം. കത്തോലിക്ക പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രതീകമായി കരുതപ്പെടുന്ന കൊളംബൈൻ അഥവാ അക്വിലീജിയ പുഷ്പങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രദ്ധേയമാകുന്നു. സിസ്റ്റർ ഡാനിയൽ വിക്ടോറിയ വരച്ച ചിത്രങ്ങളിലൂടെയാണ് ഈ പുഷ്പങ്ങളുടെ സവിശേഷതകൾ വീണ്ടും വിശ്വാസികളിലേക്ക് എത്തുന്നത്. കൊളംബൈൻ പുഷ്പങ്ങളെ പരിശുദ്ധ അമ്മയുടെ ചെരുപ്പുകൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പാദരക്ഷകളെന്നും വിളിക്കാറുണ്ട്. ഇതിനു പിന്നിൽ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. ഗർഭിണിയായ പരിശുദ്ധ മറിയം തൻ്റെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയ വഴിയിൽ അമ്മയുടെ പാദങ്ങൾ സ്പർശിച്ച ഇടങ്ങളിലെല്ലാം ഈ പൂക്കൾ അത്ഭുതകരമായി വിരിഞ്ഞുവെന്നാണ് വിശ്വാസം. അമ്മയുടെ എളിമയുടെയും സേവന സന്നദ്ധതയുടെയും പ്രതീകമായി ഈ പൂവിനെ വിശ്വാസികൾ കാണുന്നു. മറിയത്തോടൊപ്പം പരിശുദ്ധാത്മാവിനെയും ഈ പുഷ്പം പ്രതീകപ്പെടുത്തുന്നുണ്ട്. കൊളംബൈൻ പുഷ്പത്തിൻ്റെ മണി ആകൃതിയിലുള്ള ഘടനയും അതിലെ നീളമുള്ള ഇതളുകളും ഒരു കൂട്ടം പ്രാവുകൾ ഒന്നിച്ചിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കും. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ മറിയത്തെ വലയം ചെയ്തിരിക്കുന്നതിനെയാണ് ഈ ആകൃതി സൂചിപ്പിക്കുന്നത്. സിസ്റ്റർ ഡാനിയൽ വിക്ടോറിയ തൻ്റെ ചിത്രങ്ങളിലൂടെ മറിയത്തിൻ്റെ ജീവിതത്തിലെ പുണ്യങ്ങളെ പുഷ്പങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. വായുവിൽ പാറി നടക്കുന്ന പ്രാവിനെ പോലെ തോന്നിപ്പിക്കുന്ന കൊളംബൈൻ പൂക്കൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വഹിച്ച നിർണായക പങ്കിനെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചത് തിരുസഭ ഇന്നേ ദിവസം അനുസ്മരിക്കുമ്പോൾ ഈ പൂവ് ഏറെ പ്രാധാന്യമുള്ളതാണ്.